ബിസിനസ് എത്തിക്സുമായി ബന്ധപ്പെട്ട് ഏതൊരു ബിസിനസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ് കാണിക്കേണ്ടത് പ്രധാനമായിട്ടും രണ്ട് പേരോടാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അവരുടെ കസ്റ്റമേഴ്സ്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു മാർക്കറ്റിംഗ് എത്തിക്സ്. ഒരു ബിസിനസ് കസ്റ്റമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കാരണവശാലും അൺഎത്തിക്കൽ ആവരുത്. കാര്യം കസ്റ്റമേഴ്സാണ് കിങ് എന്ന് പറയുന്നത്. ബിസിനസ്സിനെ സംബന്ധിച്ച് കസ്റ്റമേഴ്സ് ആർ ദ കിങ് എന്നാണ്. അപ്പോൾ കസ്റ്റമേഴ്സിനോട് ഒരു കാരണവശാലും അൺഎത്തിക്കൽ ആകരുത്. ഇതാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ആളുകളെന്ന് പറയുന്നത് എംപ്ലോയീസ് ആണ്. നമ്മൾ കസ്റ്റമേഴ്സിന് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ടോ അത്രത്തോളം വാല്യൂ തന്നെ എംപ്ലോയീസിനും കൊടുക്കണം. അതുകൊണ്ട് തന്നെ ബിസിനസ്സിനകത്തൊരു HRM എന്നൊരു സംഭവമുണ്ട്. HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ബിസിനസ്സിലെ എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ HR ഡിപ്പാർട്ട്മെൻറ്റാണ് നോക്കുന്നത്. എല്ലാ ബിസിനസ്സിനകത്തും ഒരു HR ഡിപ്പാർട്ട്മെൻറ്റ് കാണും. ആ HR ഡിപ്പാർട്ട്മെൻറ്റ് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നിടം മുതൽ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ്, പ്ലേസ്മെൻറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, അവരുടെ സാലറി, ഫീഡ്ബാക്ക്, റിവ്യൂ, എല്ലാ കാര്യങ്ങളും ഈ HR ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ ഒരു ടോട്ടൽ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ ബിസിനസ് കസ്റ്റമേഴ്സിന് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ വാല്യൂ കൊടുക്കേണ്ടതാണ് എംപ്ലോയീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന HRMുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫേസിലും, എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഘട്ടത്തിലും യാതൊരു തരത്തിലുള്ള അൺഎത്തിക്കൽ പ്രാക്ടീസും നടത്താൻ പാടില്ല. സോ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. എന്തൊക്കെയായിരിക്കാം ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എത്തിക്കൽ ഇഷ്യൂസ്? അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഞങ്ങൾ ഈ HR എന്ന് പറയുന്ന എംപ്ലോയീസ് ആട്ടോ. ഹ്യൂമൻ റിസോഴ്സ്, ബിസിനസ്സിനകത്തുള്ള ഹ്യൂമൻ ബീയിങ്സ് ആരാടോ? എംപ്ലോയീസ്. അപ്പോൾ എംപ്ലോയീസുമായിട്ട് ബിസിനസ് ഡീൽ ചെയ്യുമ്പോൾ ഹൈലി എത്തിക്കലായിരിക്കണം. സോ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട എത്തിക്കൽ ഇഷ്യൂസ് എന്നാണ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് HRMുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കീ എത്തിക്കൽ ഇഷ്യൂസ്, എംപ്ലോയീസിനോട് കാണിക്കാവുന്ന അൺഎത്തിക്കൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂണിറ്റിൻ്റെ പേര് തന്നെ അങ്ങനെ കൊടുത്തിരിക്കുന്നത് എത്തിക്കൽ ഇഷ്യൂസ് ഇൻ HRM. എത്തിക്കൽ ഇഷ്യൂസ് ഇൻ HRM, ഇതാണ് നമ്മുടെ യൂണിറ്റ്, എത്തിക്കൽ ഇഷ്യൂസ് ഇൻ HRM. സോ HRMുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അൺഎത്തിക്കൽ പ്രാക്ടീസ് അല്ലെങ്കിൽ എത്തിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷനിൽ തൊട്ട് പ്രശ്നം ഉണ്ടാവാം. റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസ് ബിസിനസ്സിൽ എത്തിയിട്ടില്ല. എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ നടത്തില്ലടോ. ബിസിനസ്സിനകത്തേക്ക് എംപ്ലോയീസിനെ എടുക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ ഈ പറയുന്ന എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാം. അതിലൊന്നാമത്തത് എങ്ങനെ ഉണ്ടാവാം? ബയാസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. നമ്മൾ സാധാരണഗതിയിൽ കഴിവുള്ളവരെയാണ് നമ്മൾ ജോലിക്ക് എടുക്കേണ്ടത്. പക്ഷെ പലപ്പോഴും ഈ പറയുന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെറിറ്റ് അടിസ്ഥാനത്തിലാവത്തില്ല ചിലപ്പോൾ ജോലിക്ക് ആളെ എടുക്കുന്നത്. അങ്ങനാണെങ്കിൽ അതൊരു എത്തിക്കൽ ഇഷ്യൂ ആണ്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് 50 പേര് വന്ന് കാണും. ഈ 50 പേരിൽ 45 പേരും കഴിവുള്ളവരായിരിക്കും. പക്ഷേ ഒരു 5 പേരെന്ന് പറയുന്നത് ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുടെ പരിചയത്തിലുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ അവരെയും കയറ്റിവിടും. അവിടെ നടന്നിരിക്കുന്ന ഒരു അൺഎത്തിക്സ് ആണ്, എത്തിക്കൽ ഇഷ്യൂസാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബയാസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. കഴിവനുസരിച്ചല്ല ജോലി കൊടുക്കുന്നതെങ്കിൽ അതൊരു അൺഎത്തിക്കൽ പ്രാക്ടീസാണ്. ജെൻഡറിൻ്റെ ബേസിലോ, ഏജിൻ്റെ ബേസിലോ, റേസിൻ്റെ ബേസിലോ, റിലീജിയൻ്റെ ബേസിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ബേസ് വെച്ചിട്ടാണ് നമ്മൾ ജോലിക്ക് ആളെ എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതൊരു റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ അൺഎത്തിക്സ് ആണ്. പല സ്ഥാപനങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ പരിചയത്തിൻ്റെ പുറത്ത് ജോലിക്ക് ആളെ എടുക്കുക എന്ന് പറയുന്നത് ഒരു പരിധിവരെ അൺഎത്തിക്സ് ആണ്. എന്തുകൊണ്ടാണ്? കഴിവുള്ളവർ പുറത്ത് നിൽക്കുവാണ്. കഴിവിൻ്റെ ബേസിലല്ല റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു അൺഎത്തിക്സ് ആണ്. ഇപ്പോൾ റെക്കമെൻഡേഷൻ്റെ ബേസിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബേസിൽ നമ്മൾ ആളെ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ബയാസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആണ്. രണ്ടാമത്തെ ഒരു കാര്യം മിസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ജോബ് ഡീറ്റെയിൽസ്. എന്താണ് ഈ പറയുന്ന ആൾക്കാരുടെ യഥാർത്ഥ ജോലി എന്നോ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നോ അവർക്ക് എന്ത് കോമ്പൻസേഷൻ, സാലറിയാണേ, എന്ത് കിട്ടുമെന്നോ വ്യക്തമായിട്ട് പറയുന്നില്ല. അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യുന്നു, തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇപ്പോൾ പല എംപ്ലോയീസും ഈ ബാങ്ക് പോലത്തെ ജോലി കയറുമ്പോൾ, പ്രൈവറ്റ് ബാങ്കൊക്കെ ഉണ്ടല്ലോ, അവരോട് പറയുന്നത്, കയറുന്ന സമയത്ത് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ടാർഗറ്റ് ഒന്നും ഇല്ലെന്നായിരിക്കും. പക്ഷേ പിന്നീടായിരിക്കും അവർ അറിയുന്നത് മന്ത്ലി ടാർഗറ്റൊക്കെ ഉണ്ട്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് സമയത്ത് ജോബ് ഡീറ്റെയിൽസ് ഒന്നുകിൽ മിസ്ലീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ കള്ളത്തരം പറയുന്നു. അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതിരുന്നാൽ ഉറപ്പായിട്ടും അത് അൺഎത്തിക്സ് ആണ്. മറ്റെന്തോ ജോലിയാണ് അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ ആണ് നമ്മുടെ ജോബ്, മറ്റെന്തൊക്കെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കോമ്പൻസേഷൻ, സാലറിയിലൊക്കെ കള്ളത്തരം കാണിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാലറി എങ്ങനെ കള്ളത്തരം കാണിക്കുന്നത്? ഇപ്പോൾ 25,000 ശമ്പളം എന്ന് പറഞ്ഞിട്ടല്ലേ കയറുന്നത്. അപ്പോൾ 25,000 ആണെന്ന് പറഞ്ഞിട്ട് 25,000 കൊടുക്കില്ല എന്നാണോ? അങ്ങനല്ല.
പറയുന്ന സാലറി കൊടുക്കില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ സാലറി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ബേസിക് സാലറി, HRAD, ഇങ്ങനെ കുറേ കമ്പോണൻ്റ് ഉണ്ട്. ഈ കമ്പോണൻ്റ് വൈസ് ചിലപ്പോൾ ചില പെർസെൻറ്റേജ് ഒക്കെ പറഞ്ഞു കളയും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ വേരിയബിൾ പേ എന്ന് പറയുന്ന സംഭവമൊക്കെ ആഡ് ചെയ്യും. വേരിയബിൾ പേ എന്ന് പറയുന്നത് നിങ്ങളുടെ പെർഫോമൻസിൻ്റെ ബേസിലായിരിക്കും എന്നെല്ലാം പറഞ്ഞു കഴിയും. ഓക്കെ, എന്നിട്ട് വെറുതെ പറയും നിങ്ങളുടെ സാലറി എത്രയാണോ അതിൻ്റെ 50%, 75% ഒക്കെ ഉറപ്പായിട്ടും കിട്ടും. ഇപ്പോൾ സാലറി 50,000 പറയുന്നു. ഓക്കെ, എന്നിട്ട് പറയുവാണ് ഇത് കൂടാതെ നിങ്ങൾക്കൊരു വേരിയബിൾ പേയും കൂടെ തരും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്വാഭാവികമായിട്ടും ഒരു 75% വരെയൊക്കെ കിട്ടാം. പിന്നെ എല്ലാം പെർഫോമൻസിൻ്റെ ബേസിലാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എടുത്തതിന് ശേഷം തൊട്ടടുത്ത മാസം മുതൽ ഈ സാധനം കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എംപ്ലോയി ചോദിക്കും ഈ വേരിയബിൾ പേ എന്ത് ചെയ്യുക? അത് നിങ്ങളുടെ പെർഫോമൻസ് അപ് ടു ദ മാർക്ക് ആവുന്നില്ല കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പറ്റിപ്പാണ്. വേരിയബിൾ പേ എന്ന രീതിയിൽ ഒരു എമൗണ്ട് കാണിച്ചിട്ട് പുള്ളിയെ ജോലിക്ക് എടുത്തിട്ട് പിന്നെ പറയുവാണ് നിങ്ങളുടെ പെർഫോമൻസ് അത്രയ്ക്ക് വരുന്നില്ല. ഇങ്ങനെ പല രീതിയിൽ കോമ്പൻസേഷൻ കൊടുക്കുന്നതിൽ പറ്റിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെല്ലാം തന്നെയും ഈ പറയുന്ന ജോബ് ഡീറ്റെയിൽസിൻ്റെ മിസ് റെപ്രസെൻറ്റേഷൻ ആണ്. ദെൻ ഹയറിങ്ങിൽ ട്രാൻസ്പെറൻസി ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആയിട്ട് പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ് നടത്തിയതെന്നോ റിജക്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനോട് അതിൻ്റെ റീസണോ ഒന്നും പറയാതെ ആരെയൊക്കെയോ എടുത്തു എന്ന് മാത്രം അറിയാം. ഇതുവരെ എങ്ങനെ എടുത്തെന്നോ റിജക്റ്റ് ചെയ്തതിൻ്റെ റീസൺ എന്താണെന്നോ ഇതൊന്നും പറയാതിരുന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അൺഎത്തിക്സ് ആണ്. അപ്പോൾ ഒരാളെ എടുക്കുമ്പോൾ, ഒരു എംപ്ലോയിയെ റിക്രൂട്ട് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഫസ്റ്റ് 1 ഡിസ്ക്രിമിനേഷൻ കാണിക്കാം. 2 ജോബ് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് പറയാതെ തെറ്റിദ്ധരിപ്പിച്ച ആൾക്കാരെ എടുക്കാം. 3 ഈ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്നോ എന്തുകൊണ്ടാണ് ആ കാൻഡിഡേറ്റ് റിജക്റ്റായി പോയതെന്നോ ഒന്നും പറയുന്നില്ല. ഒരു ട്രാൻസ്പെറൻസി ഇല്ലാതിരുന്നാലും ഇതെല്ലാം എത്തിക്കൽ ഇഷ്യൂസ് ആണ്. ഇത്രയും ആൾക്കാരെ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, ഇനി വർക്ക് പ്ലേസിൽ ആൾക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് പ്ലേസിൽ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്ക്രിമിനേഷൻ വരുത്താം. ഫസ്റ്റ് 1 ഫെയർ ട്രീറ്റ്മെൻറ്റ് അല്ലാതിരുന്നാൽ, അതായത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല, ഈക്വൽ റെക്കഗ്നീഷൻ കൊടുക്കുന്നില്ല, ഈക്വൽ ബെനിഫിറ്റ് കൊടുക്കുന്നില്ല, അങ്ങനെ എല്ലാവരെയും ഒരുപോലല്ല കാണുന്നത്. ഒരു രണ്ടാനമ്മ നയം പോലെ 2 ആൾക്കാരെയും 2 തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതൊരു ഫെയർ ട്രീറ്റ്മെൻറ്റ് അല്ല. എല്ലാവർക്കും ഒരുപോലെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയും ഒരുപോലെ ബെനിഫിറ്റ് കൊടുക്കുകയും ചെയ്യണമെന്നാണ്. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് ഒരു എത്തിക്കൽ ഇഷ്യൂസാണ്. ഉറപ്പായിട്ടും കേസ് ആവുന്ന സംഭവമാണ് ഈ ഹറാസ്മെൻറ്റ്, വർക്ക് പ്ലേസ് ഹറാസ്മെൻറ്റ്, സെക്ഷുവൽ ഹറാസ്മെൻറ്റ്, ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ഈ ജാതിയുടെ പേരിലോ നിറത്തിൻ്റെ പേരിലോ ഒക്കെ കളിയാക്കത്തില്ലേ, അങ്ങനെ ഡിസ്ക്രിമിനേഷൻ, തരം താഴ്ത്തുന്നു, വേർതിരിച്ച് കാണുന്നു, നീ കറുത്തവനാണ്, നിൻ്റെ റിലീജിയൻ അതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊരു പക്ക കേസ് കൊടുക്കാവുന്ന ഹറാസ്മെൻ്റ് ആണ്. ഇതെല്ലാം പ്രശ്നമാണ്. മറ്റൊന്ന് പേ ഇക്വിറ്റി, ഒരേ ജോലിക്ക് ഒരേ വേതനം കൊടുക്കണമെന്നാണ്. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ച് ഇക്വിറ്റബിൾ ആയിരിക്കത്തില്ല, ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ആയിരിക്കത്തില്ല. സാലറി ഒരേ ജോലി ചെയ്യിപ്പിച്ചിട്ട് ചിലപ്പോൾ 2 സാലറി, ഇപ്പോൾ ഫീമെയിൽ വർക്കേഴ്സിന് കുറഞ്ഞ സാലറിയും മെയിൽ വർക്കേഴ്സിന് കൂടിയ സാലറിയും, പക്ഷേ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ ജോലിയാണെന്ന് വിചാരിക്കാം, എങ്കിലത് ശരിയല്ല. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരേ ജോലിക്ക് ഒരേ ശമ്പളം കൊടുത്തിരിക്കണം. അപ്പോൾ വർക്ക് പ്ലേസ് ഡിസ്ക്രിമിനേഷൻ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഓക്കെ, പിന്നീട് നമുക്കുണ്ടാകാവുന്നത് എംപ്ലോയിയുടെ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്ന് കരുതി അവർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള എന്തൊക്കെയാണോ അവർക്ക് പ്രൈവസി അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് വിചാരിക്കുന്നത്, അതൊന്നും നമ്മുടെ എംപ്ലോയി ആയതുകൊണ്ട് നമുക്കിതെടുത്ത് കളയാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഡേറ്റ പ്രൊട്ടക്ഷൻ, ഇപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അവർ നമ്മുടെ സ്ഥാപനത്തിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന എന്തു കാരണം ആയിക്കോട്ടെ, അതൊന്നും നമ്മൾ മറ്റൊരാൾക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. എംപ്ലോയിയുടെ ഒരു ഇൻഫർമേഷനും, എംപ്ലോയിയുടെ യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും നമ്മൾ നമ്മുടെ കമ്പനിയിൽ നിന്നും പുറത്തേക്ക് വിടാൻ പാടില്ല. എടുത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും പോസ്റ്റ് ചെയ്ത് കളയരുത്. ഓക്കെ, ഇപ്പോൾ ഒരു എംപ്ലോയി ഒരാഴ്ചയായിട്ട് ലീവാണ്, ലീവ്, പുള്ളിക്കൊരു സർജറി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു മാസത്തെ ലീവ്, പുള്ളിക്കൊരു സർജറി ഉണ്ടായിരുന്നു. ഓക്കെ, പുള്ളി അത് കഴിഞ്ഞ് വന്നതിന് ശേഷം മാനേജർക്ക് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാം സബ്മിറ്റ് ചെയ്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് ഇങ്ങനൊരു അസുഖം ഉണ്ടെന്നും പുള്ളി ഈ സർജറി കഴിഞ്ഞെന്നും പുള്ളിക്കത് ലോകത്തിനെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് നമ്മുടെ കമ്പനിയുടെ സൈഡിൽ നിന്ന് നമ്മളതെടുത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇട്ടുകളയരുത്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എംപ്ലോയീസ് എന്തൊക്കെയാണോ കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ് അതെല്ലാം കമ്പനിയിൽ സേഫ് ഗാർഡ് ചെയ്യപ്പെട്ടിരിക്കണം. മറ്റൊന്ന് സർവേലൻസ്. CCTV ക്യാമറയൊക്കെ എല്ലായിടത്തും കാണും, പക്ഷേ അവരുടെ പ്രൈവസിക്കെതിരായിട്ട് നിൽക്കരുത്. എസ്പെഷ്യലി ഇപ്പോൾ വാഷ്റൂമിനോട് നേർക്ക് ചേർന്നോ അല്ലെങ്കിൽ ഡ്രസ്സിങ് റൂമിനോട് ഫേസ് ചെയ്തോ അങ്ങനെയൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള ക്യാമറകളും വെക്കരുത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ എംപ്ലോയീസ് ആണെന്ന് കരുതി അവരുടെ കൺസെൻറ്റ് ഇല്ലാതെ അവരുടെ ഫോണിൽ വല്ല സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനോ ലാപ്ടോപ്പിൽ അതൊന്നും പാടില്ല. ഡേറ്റ ഇൻഫ്രിഞ്ച്മെൻറ്റ് എന്തായാലും വരരുത്. ഓക്കെ, അപ്പോൾ അവർക്ക് കൂടെ
എല്ലാ എംപ്ലോയീസിനും ഓക്കെ ആകുന്ന രീതിയിൽ മാത്രമേ സർവേലൻസ് വെക്കാവൂ. എവിടെയൊക്കെയാണോ അവർക്ക് പ്രൈവസി വേണ്ടത് അവിടെ ഒന്നും കൊണ്ടുപോയി സർവേലൻസ് ക്യാമറകൾ വെക്കാൻ പാടില്ല. ഓക്കെ. ദെൻ അൺഓതറൈസ്ഡ് ഡിസ്ക്ലോഷർ, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, എംപ്ലോയിയുടെ സമ്മതമില്ലാതെ എംപ്ലോയിയുടെ ഒരു ഡീറ്റെയിൽസും പുറത്തോട്ട് വിടരുത്. ഇതിനെന്തെങ്കിലും ചെയ്താൽ, ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് എത്തിക്കൽ ഇഷ്യൂ ആണ്. ഓക്കെ. നെക്സ്റ്റ്, പെർഫോമൻസ് അപ്രൈസലിൻ്റെ കാര്യത്തിൽ വേണമെങ്കിൽ പണി കൊടുക്കാം. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്തതിന് ശേഷം കുറേ നാളിന് ശേഷം പ്രൊമോഷൻ കിട്ടാം, സാലറി ഇൻക്രിമെൻറ്റ് കിട്ടാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ. ഇതിനകത്ത് സബ്ജക്റ്റിവിറ്റി ഉണ്ടാവരുത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ പാർഷ്യാലിറ്റി കാണിക്കരുത്. ഒരിക്കലും ഒരു അൺഫെയർ അസസ്മെൻ്റ് ആവരുത്. കഴിവിനനുസരിച്ച് പ്രൊമോഷൻ കൊടുക്കുക. പക്ഷേ ചില സാഹചര്യത്തിൽ മാനേജറോട് ഏറ്റവും ഒട്ടി നിൽക്കുന്ന, മാനേജർക്ക് ഏറ്റവും താല്പര്യമുള്ള ആളെയും പ്രൊമോട്ട് ചെയ്യും, കഴിവുള്ള ആൾ അവിടെ കിടക്കും. അത് ഒരിക്കലും പാടില്ല. മറ്റൊന്ന്, ഫീഡ്ബാക്ക് കൊടുക്കാതിരുന്ന് കളയും. അതെന്താ സംഭവം എന്നറിയോ? ഒരാൾ ചെയ്യുന്ന ജോലിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതാണ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്. മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് തിരുത്തുന്ന എങ്ങനെയാണെന്ന് കൂടെ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഒരു എംപ്ലോയി ഒരു കാര്യം ചെയ്തു, അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷേ ബോസ് ഈ എംപ്ലോയിയോടുള്ള ദേഷ്യം കൊണ്ട് അതൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പോലും പറയുന്നില്ല. അപ്പോൾ പുള്ളി ഒരിക്കലും ഇത് പഠിക്കത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എംപ്ലോയീസിന് കൃത്യമായിട്ട് ഫീഡ്ബാക്ക് കൊടുക്കണം. ദെൻ റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ. ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പെർഫോമർ ഓഫ് ദ മന്ത് ഒരു അവാർഡ് കൊടുക്കാറുണ്ട്, പെർഫോമർ ഓഫ് ദ മന്ത് എന്നൊക്കെ പറഞ്ഞ്. കറക്റ്റായിട്ട് റിവാർഡും റെക്കഗ്നീഷനും കൊടുക്കണം. പ്രൊമോഷൻ, റിവാർഡ്, റെക്കഗ്നീഷൻ എല്ലാം മെറിറ്റിൻ്റെ ബേസിൽ തന്നെ ആയിരിക്കുകയും വേണം. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതും അൺഎത്തിക്കൽ ഇഷ്യൂസ് ആണ്. ദെൻ വർക്ക് പ്ലേസ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. ഇത് കൂടുതലും ഈ ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. കാര്യം അവർക്കെന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഹെൽത്ത് വലിയ പ്രശ്നമാണ്. കാര്യം വർക്ക് പ്ലേസിൽ സേഫ്റ്റി ഉണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ, സേഫ്റ്റി സ്റ്റാൻഡേർഡ്. ഒരു കാരണവശാലും ഫിസിക്കലിയോ മെൻ്റലിയോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും എംപ്ലോയീസിനുണ്ടാവരുത്. ദെൻ ഒക്കുപ്പേഷണൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയിക്ക്, ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു എംപ്ലോയിക്ക് എന്തെങ്കിലും വർക്ക് പ്ലേസ് റിലേറ്റഡ് ഇഞ്ചുറിയോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റുള്ള ആക്സസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ എംപ്ലോയിക്ക് ഒരു ഫാക്ടറി ജോലി ചെയ്യുന്നു, എന്തെങ്കിലും സാഹചര്യത്തിൽ ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ ഫാക്ടറിയോട് ചേർന്ന് ഒരു ഫസ്റ്റ് എയ്ഡ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ആംബുലൻസ് റെഡിയാക്കി ഇട്ടേക്കണം. ഈ രീതിയിൽ ഹസാഡസ് ആയിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരിക്കണം. ഹസാഡസ് വർക്ക് കണ്ടീഷൻസ് എന്തായാലും ഒഴിവാക്കണം. അതായത് വർക്ക് പ്ലേസ് സേഫ് ആയിരിക്കണം, ഹൈജീൻ ആയിരിക്കണം എന്നർത്ഥം. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അത് തീർച്ചയായിട്ടും അൺഎത്തിക്സ് ആണ്. എംപ്ലോയി വെൽഫെയർ സ്കീമുകളെല്ലാം ഉണ്ടാവണം. വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അത് റീസണബിൾ വർക്ക് അവേഴ്സേ കാണാവൂ. പുള്ളിയുടെ ജീവിതം എന്ന് പറയുന്നത് ജോലി ചെയ്യൽ മാത്രമല്ല, അയാൾക്കൊരു ലൈഫും കൂടെ ഉണ്ട്. ആ ഒരു ബോധവും കൂടെ വേണം. ഇപ്പോൾ രാവിലെ 8 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ് ജോലി ഒന്നും പറഞ്ഞു കളയരുത്. നമ്മുടെ ജോലി സമയം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പുള്ളിയുടെ പേഴ്സണൽ ലൈഫും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റണം. വർക്കും ലൈഫും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന പോലെ ആയിരിക്കണം നമ്മുടെ വർക്കിംഗ് എൻവയോൺമെൻറ്റ്. ദെൻ എല്ലാ തരത്തിലുള്ള എംപ്ലോയി ബെനിഫിറ്റ് സ്കീമുകളും കൊടുക്കണം. ഹെൽത്ത് ഇൻഷുറൻസ്, റിട്ടയർമെൻറ്റ് പ്ലാന്, പെയ്ഡ് ലീവ്, പിന്നെ വേണമെങ്കിൽ ESI, PF ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ. മറ്റൊന്ന്, ചില ആളുകൾക്ക് നമ്മൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഡിസബിലിറ്റി ഉള്ളവർക്ക്, സിംഗിൾ പേരൻസ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചലഞ്ചസ് ഉള്ളവർക്ക്, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക്, അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിലുള്ള അറ്റൻഷൻ കൊടുത്തിരിക്കണം. ഇപ്പോൾ ഒരാൾക്ക് കാല് വയ്യെന്ന് വിചാരിക്കുക. ഓക്കെ. ഈവൻ നമ്മുടെ സ്കൂൾ കോളേജുകളെല്ലാം തന്നെ റൂൾ ഉള്ളതാണ്. ഇപ്പോൾ നടക്കാൻ വയ്യാത്തൊരു കുട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പിന് പകരമായിട്ട് മറ്റേ റാമ്പ് എന്നൊരു സാധനം ഉണ്ടല്ലോ, ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, മറ്റേ വീൽ ചെയർ തള്ളിക്കൊണ്ട് പോകുന്ന, അതൊക്കെ പണിഞ്ഞിടണമെന്നാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ക്ലാസ് ഗ്രൗണ്ട് ഫ്ലോറിലാക്കിയിരിക്കണം. എന്ന പോലെ ബിസിനസ്സിലും യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ. അപ്പോൾ എവിടെയൊക്കെയാണോ ആർക്കൊക്കെയാണോ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ടത് അവരെ ജോലിക്ക് എടുക്കൂല എന്നല്ല പറയേണ്ടത്, അവരെ ജോലിക്ക് എടുത്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ആഡിക്വേറ്റ് സപ്പോർട്ട് കൊടുത്തിരിക്കണം. ഓക്കെ. ദെൻ റിപ്പോർട്ടിംഗ്, വിസിൽ ബ്ലോയിങ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസോ അൺഎത്തിക്കൽ ആക്ടിവിറ്റീസോ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. ഇതാണ് പലപ്പോഴും പ്രശ്നം. എംപ്ലോയീസിന് മിണ്ടാനുള്ള അവസരം കൊടുക്കത്തില്ല. ഇപ്പോൾ പറയും, മാനേജറെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ തെറ്റല്ലേ, ഇങ്ങനെ അല്ലല്ലോ എന്ന് പറയാനുള്ള അവസരമൊന്നും കൊടുക്കില്ല. നീ തൽക്കാലം കൂടുതലൊന്നും പറയണ്ട, എന്താണോ ഏൽപ്പിച്ച ജോലി അതങ്ങ് ചെയ്താൽ മതി. ഈ ആറ്റിറ്റ്യൂഡ് പാടില്ല. നമ്മളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഈ അൺഎത്തിക്കൽ അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് കൊടുക്കണം. അതിന് കൃത്യമായിട്ട് റിപ്പോർട്ടിംഗ് ചാനൽ ഉണ്ടാവണം. ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ യാതൊരു പേടിയുമില്ലാതെ വിത്തൗട്ട് എനി ഫിയർ എംപ്ലോയീസിനത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റണം. ആ ഒരു അവസരം കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു എത്തിക്കൽ ഇഷ്യൂസ് ആണെന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ടെർമിനേഷൻ ആൻഡ് റിഡൻഡൻസി. ഈ റിഡൻഡൻസി എന്ന് പറയുമ്പോൾ
ചില സ്ഥാപനങ്ങളിൽ നിന്ന് ആളുകളെ ചുമ്മാ അങ്ങ് പിരിച്ചുവിടും. പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എംപ്ലോയീസ് ഇപ്പോൾ കൂടുതലാണ്, ഇത്ര എംപ്ലോയീസ് വേണം. അതാണ് ഈ റിഡൻഡൻസി എന്ന് പറയുന്നത്. ആൾ കൂടുതലാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പിരിച്ചു വിടുമ്പം കറക്റ്റായിട്ടുള്ള ഫെയർ ഡിസ്മിസൽ ആയിരിക്കണം. അതായത് കൃത്യമായിട്ട് വാലിഡ് ലീഗൽ റീസൺ ഉണ്ടാവണം. ചുമ്മാ ഒരാൾ പറയുകയാണ് നാളെ തൊട്ട് നീ വരണ്ട കേട്ടോ, അങ്ങനെ പറ്റൂല. ഫെയർ ഡിസ്മിസൽ ആയിരിക്കണം, കൃത്യമായിട്ടുള്ള കാരണം ഉണ്ടാവണം. ഇനി എംപ്ലോയിയുടെ കുറ്റം കൊണ്ടല്ല, ബിസിനസ്സിൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ട്, ബിസിനസ് ഇപ്പോൾ ലാഭത്തിലല്ലെങ്കിലോ അല്ലെങ്കിൽ ഇത്ര എംപ്ലോയീസ് വേണ്ട നിങ്ങൾക്കൊന്ന് പിരിഞ്ഞു പോയേ പറ്റൂ, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവർക്ക് അതിൻ്റെ സപ്പോർട്ട് കൊടുക്കണം. മറ്റെന്തെങ്കിലും ജോബ് റീപ്ലേസ്മെൻറ്റോ കരിയർ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഈ പിരിഞ്ഞു പോകുന്നതിൻ്റെ പാക്കേജോ, അവരെ അങ്ങനെ പിരിച്ചു വിടുമ്പോൾ അറ്റ്ലീസ്റ്റ് അവർക്ക് കുറച്ച് നാളത്തേക്ക് ജീവിക്കാനുള്ള വഴിയെങ്കിലും നമ്മൾ ഒരുക്കി കൊടുക്കണം. പിന്നെ അതിനകത്തൊരു ട്രാൻസ്പെറൻസി വേണം. എന്താണ് ഇപ്പോൾ പ്രശ്നം, ആൾക്കാരെ പിരിച്ചുവിടാൻ മാത്രം ഇവിടെ എന്താണ് പ്രശ്നമെന്ന് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അത് എത്തിക്കൽ ഇഷ്യൂസായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത്രയാണ്, ഈ 8 എണ്ണമാണ് പ്രധാനമായിട്ടും നമ്മുടെ HRMൻ്റെ എത്തിക്കൽ ഇഷ്യൂസ്. ഇത് പരിഹരിക്കാനായിട്ട് HR-ൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ, എത്തിക്കൽ ലീഡർഷിപ്പ് ആയിരിക്കണം. ഓൾറെഡി പറഞ്ഞ കണക്ക് തന്നെ ഒരു ഗുഡ് ലീഡർ എന്ന് പറയുന്നത് എപ്പോഴും ബയാസ്ഡ് ആവരുത്, അതായത് ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത്, എല്ലാവരെയും ഒരുപോലെ തന്നെ കാണുക. ഓക്കെ, ദെൻ എല്ലാവർക്കും എത്തിക്കൽ ട്രെയിനിങ്, ദെൻ എത്തിക്കൽ കംപ്ലയിൻസ് ഹാൻഡിലിംഗ്. അപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ടത് എത്തിക്കലി എല്ലാവരെയും ലീഡ് ചെയ്യുക, എത്തിക്കൽ ട്രെയിനിങ് ആയിരിക്കണം, എത്തിക്കൽ കംപ്ലയിൻസ് ഹാൻഡ്ലിംഗ് ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ സ്ട്രാറ്റജീസ് ഫോർ അഡ്രസ്സിങ് എത്തിക്കൽ ഇഷ്യൂസ് ഇൻ HR-ഉം. ഇങ്ങനത്തേക്ക് ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനത്തേക്ക് ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാൻ, സപ്പോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി എങ്ങനെ പരിഹരിക്കാം, അതിനുണ്ട് എങ്ങനെ നമുക്ക് ഈ എത്തിക്കൽ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്ന ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ടാവണം. എംപ്ലോയീസിന് കൃത്യമായിട്ട് അറിയണം, ക്ലിയർലി മെൻഷൻ ചെയ്യണം ഇവിടുത്തെ ഡൂസ് ആൻഡ് ഡോൺസ് എന്താണ്, കമ്പനി എന്താണ് നിങ്ങളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് വേണം. ഓക്കെ, ഇപ്പോൾ 10 മണിക്ക് ജോയിൻ ചെയ്ത് 10 മണിക്ക് അവിടെ വരണം, എല്ലാവരും 10 മണിക്ക് വരണം. ഒരു എംപ്ലോയി 11:30 വന്നിട്ട് അപ്പോൾ അയാൾക്ക് വഴക്ക് കേട്ട് 11:30 മണിയായി, ഉടനെ പറയുവാണ് ദിസ് ഈസ് നോട്ട് എത്തിക്സ്, എന്നെ വഴക്ക് പറയാൻ പാടില്ല, 10 മണിക്ക് ജോലിക്ക് വരാൻ പറഞ്ഞാൽ 10 മണിക്ക് ജോലിക്ക് വരണം, 10 മണിക്ക് ജോലിക്ക് വന്നിട്ടല്ലല്ലോ വഴക്ക് കേട്ടത് എന്ന് പറയുന്ന കണക്ക് കമ്പനി നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പങ്ക്ച്വാലിറ്റിയാണ്. പങ്ക്ച്വൽ അല്ലെങ്കിൽ വഴക്ക് കേൾക്കും, അതൊരിക്കലും അൺഎത്തിക്കലല്ല. എംപ്ലോയീസ് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ട് വഴക്ക് കേൾക്കുന്നതല്ല അൺഎത്തിക്സ്. ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യവും എംപ്ലോയീസിൻ്റെ കുറ്റമല്ല. ഇവിടെ എംപ്ലോയീസ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടും ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് അതിനെ എത്തിക്കൽ ഇഷ്യൂസ് എന്ന് വിളിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബിസിനസ് കൃത്യമായിട്ട് എംപ്ലോയീസിനെ അറിയിക്കണം, അവരുടെ കോർ വാല്യൂസ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം പറഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ എത്തിക്കൽ ട്രെയിനിങ് കൊടുക്കണം, കൃത്യമായിട്ടിത് ട്രെയിനിങ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. എൻകറേജ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾക്ക് നമ്മുടെ ബിസിനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല എന്ന രീതിയിൽ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം. ഓക്കെ, ഇംപ്ലിമെൻറ്റിങ് ട്രാൻസ്പെറൻറ്റ് പോളിസീസ്, ഞാൻ ഓൾറെഡി പറഞ്ഞത് കണക്ക് തന്നെ എല്ലാ പോളിസീസും ക്ലിയർ ആയിരിക്കണം, ഫെയർ ആയിരിക്കണം, ഒന്നും ഒരു ഹൈഡിങ് ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ എംപ്ലോയീസിന് കൃത്യമായിട്ടെല്ലാം മനസ്സിലാവും. ദെൻ ഓഫ് കോഴ്സ് മോണിറ്ററിങ് ആൻഡ് എൻഫോഴ്സ്മെൻ്റ് ആണ്. ഈ എംപ്ലോയീസിനെയും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം, അവരുടെ സൈഡിൽ നിന്നും അൺഎത്തിക്കൽ പ്രാക്ടീസ് ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, ഫൈനൽ വൺ എന്ന് പറയുന്നത് ഒരു വർക്ക് കൾച്ചർ. ഇത് ഓൾറെഡി നമ്മൾ ഈ കോഡ് ഓഫ് കോണ്ടക്റ്റ് എന്ന ടോപ്പിക്ക് നമ്മൾ പഠിപ്പിച്ചതാണ്, കോർപ്പറേറ്റ് കോഡ് ഓഫ് കോണ്ടക്റ്റ്. ആ സെയിം സാധനം തന്നെ, അവിടുത്തെ ആ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, കാര്യം കോർപ്പറേറ്റ് കോഡ് ഓഫ് കോണ്ടക്റ്റ് എല്ലാം ഫ്രെയിം ചെയ്യുന്നതിൽ വൺ ഓഫ് ദ ടീം എന്ന് പറയുന്നത് HR ആണ്, ഈ HR ആണ്. അപ്പോൾ അവരെന്തൊക്കെ ചെയ്യുന്നോ ഈ കോർപ്പറേറ്റ് കോഡ് ഓഫ് കോണ്ടക്റ്റിനകത്തുള്ള സ്റ്റെപ്പുകൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിനകത്ത് എംപ്ലോയീസിനെ എങ്ങനെ മര്യാദയ്ക്ക് നടത്തിക്കൊണ്ട് പോകാം എന്നതിൻ്റെ സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് യൂണിറ്റ്, അതായത് രണ്ടാമത്തെ മൊഡ്യൂൾ ലാസ്റ്റ് യൂണിറ്റിലെ ഒരു ടോപ്പിക്കാണ്. യഥാർത്ഥത്തിൽ 2 ടോപ്പിക്കാട്ടോ, HRM ഉണ്ട്, ഇനി ഫിനാൻസ് ഉണ്ട്. ഈ യൂണിറ്റ് എന്ന് പറയുന്നത് 2 വലിയ ടോപ്പിക്കാണ്, HRM ഉണ്ട്, ഇനി ഫിനാൻസ് ഉണ്ട്. ഫിനാൻസ് അടുത്ത ക്ലാസ്സായിട്ട് എടുക്കാം. ഓക്കെ.